ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സമയത്താണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുള്ളത്. വെറുതെ ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്ത് ഞാൻ ഈ അപ്ഡേറ്റ് അറിഞ്ഞിരുന്നില്ല. സൂര്യ 44 ലവ് ലാഫ്റ്റർ വാർ അല്ലെ, ആ സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് വന്നിട്ടുണ്ട്. നമ്മുടെ സൂര്യയുടെ ലുക്ക് എന്താണ്, പുള്ളിക്കാരന്റെ ഒരു എന്താ പറയാ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇതോടെ പറ്റും. സോ എന്തായാലും ഇത് ഷെയർ ചെയ്തെന്നുള്ള ഫ്രണ്ടിന് നന്ദി. കാരണം ഞാനിത് കണ്ടതിന് ശേഷമാണ് അവൻ ഷെയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഞാൻ വാട്സപ്പ് നോക്കിയിരുന്നില്ല. സോ അദ്ദേഹത്തിനും നന്ദി. എനിവേ, നമുക്ക് സാധനം ഒന്ന് കണ്ടു നോക്കാം. റെഡി. 44:9:1. ഇത് സൂര്യനെയാണോ? കയ്യിലെ മറ്റേ ചെയ്യും. എന്റെ മോനെ അവിടെ വെച്ചു. കാർത്തിക് സുബ്ബരാജ് പടം ബിഗിൻസ് ടുഡേ. അപ്പൊ ഇന്ന് അതിന്റെ ഷൂട്ടും പരിപാടികളും മറ്റു സംഭവങ്ങളൊക്കെ തുടങ്ങണല്ലേ. പടം ബിഗിൻസ് ടുഡേ. അപ്പൊ ഇന്ന് ഷൂട്ടിങ് കാര്യങ്ങൾ തുടങ്ങും. എന്റെ മോനെ, എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലുക്ക് കണ്ടപ്പോ RDXൽ നമ്മുടെ പിള്ളേരുടെ ലുക്ക് ഉണ്ടല്ലോ, ഒരു 80s ടൈപ്പ് ഓഫ് ലുക്ക് ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് തുടങ്ങി ഷൈനികത്തിന്റെ ആ ഡ്രസ്സിങ്ങും ആ മുടിയും സ്റ്റൈലും എനിക്ക് അതുമായിട്ട് തോന്നി, ആ ഒരു ലുക്കായിട്ട് തോന്നി. പിന്നെ തുടക്കത്തിലായിരുന്നിട്ട് ആ കയ്യില് ആ ചെയിൻ ഇങ്ങനെ പിടിക്കുകയും വിടുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി. പുള്ളി ആ സ്ക്രീനിലേക്ക് മെല്ലെ ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് മറ്റേ കങ്കുവയില് മറ്റേ സുഖമാ ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നിലമ എന്ന് പറയുന്ന സാധനം, അത് ആ സ്ക്രീനിലേക്ക് മെല്ലെ ഇങ്ങനെ വന്നിട്ടുള്ള ആ ഒരു വരവ് പോലെ തോന്നി. പക്ഷെ പിന്നെ മുഖത്ത് വന്ന ചേഞ്ചസ്, ആ ഒരു ചിരി, ഒന്ന് പുച്ഛത്തോടുള്ള ഒരു ചിരി ഇരിച്ച് പിന്നെ നോർമൽ ചിരിയിലേക്ക് മാറി, പിന്നെ ചിരി മാറി ദേഷ്യം വന്ന്, പിന്നെ ഇങ്ങനെ തല അടന്നൊരു സാധനം വന്ന്, പുള്ളി വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള കങ്കുവയില് രണ്ട് ലുക്കും വേറെ വേറെ സാധനമായിരുന്നു. അതിന്റെ ഇപ്പൊ ഗ്ലിംസ് ഇറങ്ങിയതൊക്കെ പൊലം സാധനം. ഇപ്പോ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ വന്നു. ഞാനിപ്പോ ഇതിന്റെ കാസ്റ്റിന്റെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാനത് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. സോ ഞാനത് ഇതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ സിനിമയും അത്രയും വമ്പൻ സിനിമ. ഇതിലിപ്പോ ലുക്ക് എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിൽ പുള്ളി ഒന്ന് ആ റോളക്സിന്റെ ക്യാരക്ടർ ഒക്കെ, പക്ഷെ എന്നാലും ചെറിയൊരു ഗ്യാപ്പ് വന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ ഉള്ള നടന്മാരൊപ്പം മറ്റേത് സൂര്യയുടെ ഒരു പടം കറക്റ്റ് ടൈമിൽ ഇങ്ങനെ വന്ന് അടിച്ചടിച്ച് നിന്നിരുന്നു. ഇപ്പൊ അടിച്ചു കയറി വാ പറഞ്ഞില്ലേ, അതിപ്പോഴാണ് പറയേണ്ടത്. പുള്ളി ഇപ്പോഴാണ് അടിച്ചു കയറി വരാൻ പോകുന്നത്. ഇനിയുള്ള രണ്ട് സിനിമയും, ഈ സൂര്യ 44ഉം കങ്കുവയും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റൊരുത്തും പിടിച്ചു വെക്കാൻ ഉണ്ടാവില്ല. അമ്മാതിരി സംഭവമായിരിക്കും മിക്കവാറും രണ്ട് സിനിമയിലും വരെ. കാരണം ബാക്കിയുള്ളവരൊക്കെ സ്ഥിരം ചെയ്യുന്ന പാറ്റേണുള്ള സാധനങ്ങളല്ല. കങ്കുവൊക്കെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ്. ഇപ്പൊ ഇതിലാണെങ്കിലും ലുക്ക് കണ്ടിട്ട് വേറെ എന്തോ സാധനം ചെയ്യാൻ പോകുന്നതാണ് തോന്നുന്നത്. എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കിട്ടില്ല സാധനം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സൂര്യ ഫാൻസ് ഒക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണാം. കാണുന്നവരെ.